Fine. Next question. A neonate diagnosed with gastroschisis, which of the following would the nurse expect to do first? Weigh the neonate, insert orogastric tube, prepare for immediate blood transfusion, and cover abdomen with moisturizing sterile gauze. എന്താണ് എപ്പോഴും ഓർക്ക് എന്താണ് ഗ്യാസ്ട്രോകൈസിസ്? നമുക്ക് നമ്മുടെ എന്താണ് അംബ്ലിക്കസിലുള്ള ഒരു ഡിഫക്റ്റ് വഴി ഇന്റേണൽ ഓർഗൻസ് പുറത്തു വരുന്ന പ്രൊട്രൂഷൻ ഓഫ് ഇന്റേണൽ ഓർഗൻസ് ത്രൂ ദ ഡിഫക്റ്റ് ഇൻ ദ അംബ്ലിക്കൽ വെസൽ അംബ്ലിക്കസ് എന്താണ് വിത്തൗട്ട് എ സാക്ക് അല്ലെ, ഒരു സാക്ക് കൊണ്ട് അത് കവർ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അറ്റ്മോസ്ഫിയറിലോട്ട് വന്ന് കിടക്കുവാണ്. അതാണ് എന്ത് ഗ്യാസ്ട്രോകൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ പെട്ടെന്നൊരു സ്റ്റെറൈൽ മോയിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഗോസ് വെച്ച് നമ്മളത് കവർ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പം അതുപോലെ വേറൊരു കണ്ടീഷൻ ഉണ്ട്. ഏതാണ്? വേറെ ഇതുമാതിരി തന്നെ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഓർത്തു നോക്കൂ. നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഒരു കണ്ടീഷനാണ്, ഓർത്തു വെക്കുക. ഓക്കെ, സ്പൈന ബൈഫിഡ അല്ലെ, സ്പൈന ബൈഫിഡ ഒക്കൾട്ട. ഓക്കെ, അല്ലെങ്കിൽ ഒക്കൾട്ട അല്ല, സ്പൈന ബൈഫിഡയ്ക്കകത്ത് വരുന്ന മെനിഞ്ചോ മൈലോസി. ഓക്കെ, അതിനകത്താണ് നമ്മൾ ഇതേപോലെ, അതായത് എന്ത് ഇന്റേണൽ ഓർഗൻ പുറത്തു വന്നിരുന്നാലും നമ്മൾ അതിനെ ഉടനെ കവർ ചെയ്യുക. അത് മോയിസ്ചറൈസ് ചെയ്ത ഒരു മീൻസ് വെറ്റ് ആയിട്ടുള്ള ഒരു ഗോസ് വെച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിട്ടൊരു ഗോസ് വെച്ചിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യണം എന്ന് പറയാൻ കാരണം, ഒന്ന് എന്താണ് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കും, രണ്ടാമത് അതായത് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. ഓക്കെ, എനിവേ അതൊരു ഓപ്ഷൻ ഡി ആണ് ഇതിനകത്ത് വരുന്ന ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിഫ്ലക്സ്, ന്യൂബോൺ റിഫ്ലക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 3 months old child with history of complicated delivery presented with asymmetrical Moro reflex. എന്തായിരിക്കും അതിന്റെ കോസ്? ഒരു 3 മാസമുള്ള കുഞ്ഞ് എസിമെട്രിക്കൽ മോറോ റിഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് നമുക്ക് സഡൻ ആയിട്ടൊരു ഫോള്, ഹെഡ് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഒരു ഫോള് കൊടുക്കുമ്പോൾ എന്ത് പറ്റുന്നു? പെട്ടെന്ന് എന്ത് പറ്റുന്നു? എക്സ്റ്റൻഷൻ ഓഫ് എൽബോ, അതായത് abduction of shoulders, extension of elbow and fanning of fingers, followed by എന്താണ്? adduction of shoulders, flexion and closing of fingers. അതാണ് എന്താ? മോറോ റിഫ്ലെക്സ്. ശരിക്കും എസിമെട്രിക് എന്ന് വെച്ചാൽ ഒരു കൈ മാത്രം ഇതൊക്കെ നടക്കും, മറ്റേ കൈയിൽ ഒന്നും സംഭവിക്കുന്നില്ല. സോ ദാറ്റ് എസിമെട്രിക്കൽ ഉണ്ടാകാൻ കാരണം എന്തായിരിക്കും? ഇവിടെ സെറിബ്രൽ പാൽസി, HI ആൻഡ് എപ്സ് പാൽസി എന്ന് പറയുന്നത്. എപ്സ് പാൽസി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷനാണ്. എന്ത്? നമ്മുടെ ബ്രേക്കിയൽ നെർവ് പ്ലെക്സസ് അല്ലെ, റൂട്ട് ഓഫ് ബ്രേക്കിയൽ നെർവ്സ്, അതിന്റെ ഒരു ഇഞ്ചുറി, അപ്പർ നെർവ് റൂട്ട് ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന ഒരു ബർത്ത് ഇഞ്ചുറിയാണ് എന്ത്? എപ്സ് പാൽസി ഉണ്ടെങ്കിൽ എന്ത് പറ്റും? എസിമെട്രിക്കൽ മോറോ റിഫ്ലക്സ് ഉണ്ടാകാറുണ്ട്. അത് ചോദിക്കും കേട്ടോ. HI എന്താണ്? HI ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസെഫലോപ്പതിയിലെ എക്സാജറേറ്റഡ് മോറോ റിഫ്ലക്സ് ആണ്. ഓക്കെ, ഇത്രയാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടിപ്പിക്കൽ സൈൻ ഓഫ് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല? ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല, ദ കണക്ഷൻ ബിറ്റ്വീൻ ട്രക്കിയ ആൻഡ് ഈസോഫാഗസ് അല്ലെ. അതിനകത്ത് ഒരു ടിപ്പിക്കൽ സൈൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഡ്രൂളിംഗ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, സ്ലോ റെസ്പോൺസ് സ്റ്റിമുലൈ, പാസേജ് ഓഫ് ഫ്രോത്തി മെക്കോണിയം. ഏതായിരിക്കും? ഓപ്ഷൻ എ കണ്ടിന്യൂസ് ഡ്രൂളിംഗ് ആണ് എന്ത്? ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുലയുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ടിപ്പിക്കൽ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിനകത്ത് ട്രക്കിയോഇസോഫാജിയൽ ഫിസ്റ്റുല ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, കണ്ടിന്യൂസ് ഡ്രൂളിംഗ് എന്തിലാണ് കാണുന്നത്? ഒന്ന്. രണ്ടാമത്തത് എന്താണ്? അതിന്റെ ടൈപ്സ്. നമുക്ക് 5 ടൈപ്പ് ടെഫ് പറയുന്നുണ്ട്. ആ ടൈപ്പിൽ ഏതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 3 ആണ്. ടൈപ്പ് ടെഫ് ഏതാന്ന് ചോദിച്ചാൽ ടൈപ്പ് 5 ആണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടെഫിൽ നിന്ന് ചോദിക്കും. ഓക്കെ, എനിവേ, പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കോമ്പോസിഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക് പെർ 100 ml. മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പോസിഷൻ ഓഫ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത്. കാണാതെ പഠിച്ചങ്ങ് വെക്കുക. ഓപ്ഷൻ എ 67 കലോറി, 3.5 protein, 3.5 fat and 4.5 gram carbohydrate. Okay.
ഓപ്ഷൻ ബി 67 കാലോറി, 1.2 പ്രോട്ടീൻ, 4 ഫാറ്റ് ആൻഡ് 4.5 കാർബോഹൈഡ്രേറ്റ്. ഓപ്ഷൻ സി 67 കാലോറി, 1.2 പ്രോട്ടീൻ, 4 ഫാറ്റ് ആൻഡ് 7 കാർബോഹൈഡ്രേറ്റ്. അടുത്ത ഞാൻ വായിക്കുന്നില്ല. ശരിക്കും ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 67 കാലോറി, 1.2 ആൻഡ് 7 കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് PSCക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ 70 കാലോറി, അത് മീൻസ് അറൗണ്ട് ആയിട്ട് നിങ്ങളൊന്ന് അതിൽ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 70 ആയതുകൊണ്ടാണ് കേട്ടോ. പ്രോപ്പർ വാല്യൂ 67 ആണ്. 1.2 ഗ്രാം പ്രോട്ടീൻ, 4 ഗ്രാം ഫാറ്റ് ആൻഡ് 7 ഗ്രാം കാർബോഹൈഡ്രേറ്റ്. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഇനി ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ അതിന്റെ എന്താണ് സ്റ്റോറേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് 24 അവർ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ എത്ര സമയം വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ എങ്ങനെ വെക്കാം, 1 ഇയർ അതായത് ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് ഉണ്ട്, അവിടെ നമുക്ക് ടെമ്പറേച്ചർ എത്രയാണ്, എത്ര നാള് വെക്കാം, പിന്നെ ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് എന്താണ്, ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഇജക്ഷൻ ഹോർമോണും മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോണും ചോദിക്കാറുണ്ട്. സോ അതുപോലെ തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന പാർട്ടാണ്. ഓക്കെ, ലാച്ചിങ്, പ്രോപ്പർ ലാച്ചിങ് എന്താണ്, ഇതൊക്കെ അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് എപ്പോഴും ഇപ്പൊ വരാൻ പോകുന്ന ഒരു DMEക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ, മീൻസ് നിങ്ങൾക്ക് പഠിക്കുന്നത് കുട്ടികളോടായിട്ട് പറയുന്നതാണ്. അതായത് പഠിക്കുമ്പോൾ നമുക്ക് മീൻസ് എന്ത് പഠിക്കണം എന്നാണ് ആദ്യം അറിയേണ്ടത്. ഓക്കെ, വളരെ മീൻസ് ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു രീതി, ഒരു മെത്തഡ്, അതെങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കി പഠിക്കുക. അതായത് കഷ്ടപ്പെട്ട് പഠിക്കുന്നതിനേക്കാൾ എന്താണ് ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുക. ബുദ്ധി ഉപയോഗിച്ച് പഠിക്കുക. അതായത് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഇതിൽ നിന്ന് അതുപോലെ തന്നെ വേറൊരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് കറക്റ്റായിട്ട് കാണുക കേട്ടോ. അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് പിന്നെയും ആ ഒരു ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ചിട്ടുണ്ട്. സോ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ബ്രസ്റ്റ് മിൽക്ക് എന്നൊരു ടോപ്പിക് കംപ്ലീറ്റ് പഠിച്ചിട്ടും അതിൽ ലാച്ചിങ് എന്താന്ന് കറക്റ്റായിട്ട് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എഴുതാൻ പറ്റാണ്ട് പോകുമ്പോൾ ഒരു വല്ലാത്ത വിഷമമായിരിക്കും. അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ ഏതാന്ന് ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. പ്രൊലാക്റ്റിൻ എനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, മിൽക്ക് ഇജക്ഷൻ ഹോർമോൺ ഏതാന്ന് ചോദിച്ചു, ഓക്കെ നോ എനിക്കറിയില്ല, ഓക്സിറ്റോക്സിൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, എനിവേ, അല്ലെങ്കിൽ ഇതിലെ കാലോറി എത്രയാണെന്ന് ചോദിച്ചു, അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ എത്ര സ്റ്റോറേജ് എത്രയാണ്, എത്ര ടൈം ആയിരുന്നു എന്ന് ചോദിച്ചു, അറിയില്ല. ഓക്കെ, അങ്ങനെ എല്ലാം പഠിച്ചിട്ടും എന്തോ ഒന്ന് മിസ്സായിപ്പോയി. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിപൂർവം പഠിക്കാൻ കഴിയണം. സോ എനിവേ, വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്.